എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2022 മുതൽ ആധാർ കാർഡിൽ വരുന്ന ചില മാറ്റങ്ങളും ആധാർ കാർഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും അതോടൊപ്പം തന്നെ നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും റേഷൻ സംബന്ധമായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട 6ഓളം അറിയിപ്പുകളും വീഡിയോയിലുണ്ട്. കൂടാതെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളുമുണ്ട്. വീഡിയോ മുഴുവനായിട്ടും കാണുക. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ആദ്യത്തെ അറിയിപ്പ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നലെ അറിയിച്ച കാര്യമാണ്. മണ്ണെണ്ണയുടെ പുതുക്കിയ വില 53 രൂപയായിരിക്കും എന്ന് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ഇനി മണ്ണെണ്ണ വാങ്ങുന്ന ആളുകൾക്ക് ലിറ്ററിന് 53 രൂപ നൽകേണ്ടി വരും. പല സമയങ്ങളിലായിട്ട് വിലയിൽ വൻ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. 20 രൂപക്ക് താഴെയുണ്ടായിരുന്ന മണ്ണെണ്ണ 1.5 വർഷം കൊണ്ടാണ് ഇപ്പോൾ 53 രൂപയിൽ എത്തി നിൽക്കുന്നത്. കഴിഞ്ഞ മാസം 47 രൂപയുണ്ടായിരുന്ന മണ്ണെണ്ണ 55 ആക്കുകയും ഇപ്പോൾ അത് 53 ആക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതോടൊപ്പം കൂട്ടിച്ചേർത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം, മണ്ണെണ്ണയുടെ വില നിശ്ചയിക്കുന്നത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻ്റ് അല്ല, പൊതുമേഖലാ എണ്ണ കമ്പനികളാണ് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മണ്ണെണ്ണയുടെ ലഭ്യതക്കുറവ് കാരണം 3 മാസത്തിൽ ഒരിക്കലാണ് ഇപ്പോൾ റേഷൻ കാർഡ് ഉടമകൾക്ക് മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1 ലിറ്ററും നീല വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്ക് 1/2 ലിറ്ററുമാണ് വിതരണം ചെയ്യുന്നത്. ഭക്ഷ്യമന്ത്രിയുടെ വളരെ സന്തോഷം നൽകുന്ന മറ്റൊരു വാർത്തയാണ് ഇനി പറയുന്നത്. സപ്ലൈകോയുടെ ക്രിസ്മസ് പുതുവത്സര ചന്തകൾ 2021 ഡിസംബർ 18 മുതൽ 2022 ജനുവരി 5 വരെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് നടക്കും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി GR അനിൽ നാളെ തിരുവനന്തപുരത്ത് വൈകുന്നേരം 4 മണിക്ക് നിർവഹിക്കും. ഡിസംബർ 18 മുതൽ 21 വരെ വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ ഉദ്ഘാടന ചടങ്ങുകൾ ഉണ്ടാകും. സപ്ലൈകോയുടെ ഈ ചന്തകളിലൂടെ റേഷൻ കാർഡുള്ള ആളുകൾക്ക് വളരെ വിലക്കുറവിൽ സാധനങ്ങൾ വാങ്ങാവുന്നതാണ്. ഭക്ഷ്യമന്ത്രിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, കോവിഡ് ബാധിച്ച് മരണപ്പെട്ട റേഷൻ വ്യാപാരികളുടെ അനന്തരാവകാശികൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിന് SSLC പാസ്സാകണം എന്ന നിബന്ധനയിൽ ഇളവ് അനുവദിച്ചു. അതോടൊപ്പം തന്നെ കോവിഡ് ബാധിച്ച് മരണപ്പെട്ട റേഷൻ വ്യാപാരികളുടെ അനന്തരാവകാശികൾക്ക് ലൈസൻസ് അനുവദിക്കാൻ അടയ്ക്കേണ്ട സോൾവൻസി തുക 1 ലക്ഷത്തിൽ നിന്നും 10,000 രൂപയാക്കി പുനർനിർണയിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, തെളിമ പദ്ധതിയിലൂടെ പരാതികൾ സമർപ്പിക്കാനും തിരുത്തലുകൾ വരുത്താനും റേഷൻ കടയിലൂടെ സാധിച്ചിരുന്നു. 15-ാം തീയതി വരെയായിരുന്നു അതിനുള്ള അവസരം ഉണ്ടായിരുന്നത്. ഇപ്പോഴും പല റേഷൻ കടകളിലും ആ ബോക്സുകൾ റേഷൻ കടക്കാർ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ ഇത് ഏൽപ്പിക്കുന്നതുവരെ പരാതികളും അപേക്ഷകളും ഇതിൽ നിക്ഷേപിക്കാവുന്നതാണ്. പല ആളുകൾക്കും ഇപ്പോഴും റേഷൻ കടയുടെ സമയത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം, കോവിഡിന് മുമ്പ് നമുക്ക് റേഷൻ കടയുടെ പ്രവർത്തന സമയം രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 8 മണി വരെയും ആയിരുന്നു. എന്നാൽ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പല സമയങ്ങൾ മാറ്റിക്കൊണ്ടിരുന്നു. ഇപ്പോൾ നിലവിൽ റേഷൻ കടയുടെ പ്രവർത്തന സമയം എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയും വൈകുന്നേരം 3:30 മുതൽ 6:30 വരെയും ആകുന്നു എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഇനി അവസാനമായി പറയാനുള്ളത്, ഡിസംബർ മാസത്തെ റേഷൻ വിഹിതങ്ങളുടെ വിതരണം ഇപ്പോൾ അവസാന ആഴ്ചയിലേക്ക് കടക്കുകയാണ്. കാരണം ഇനി ക്രിസ്മസ് അവധി വരാനിരിക്കുകയാണ്. ഞായറാഴ്ച അവധികളും ഉണ്ട്. നിങ്ങൾക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഭക്ഷ്യവിഹിതങ്ങളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കാൻ ഉടൻ പോയിട്ട് വാങ്ങണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കഴിഞ്ഞ മാസം 15 ലക്ഷത്തോളം ആളുകളാണ് റേഷൻ വാങ്ങാതെ റേഷൻ വിഹിതങ്ങൾ നഷ്ടപ്പെടുത്തിയത് എന്നുള്ളത് പ്രത്യേകം ഓർക്കുക. പച്ചക്കറി വില നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി സർക്കാരിൻ്റെ തക്കാളി വണ്ടികൾ ഇന്നു മുതൽ നിരത്തിലിറങ്ങി തുടങ്ങി. ഒരു ജില്ലകളിൽ 2 എന്ന നിലയിൽ 28 വണ്ടികളാണ് കേരളം മൊത്തം ഹോർട്ടികോർപ്പ് ഒരുക്കിയിട്ടുള്ളത്. 50 രൂപയാണ് തക്കാളിക്ക് ഈടാക്കുക. മറ്റ് പച്ചക്കറികളും വിലക്കുറവിൽ ലഭിക്കും. രാവിലെ 7:30 മുതൽ വൈകുന്നേരം 7:30 വരെയാണ് പ്രവർത്തനം. തക്കാളി വണ്ടികൾ തിരുവനന്തപുരത്ത് കൃഷിമന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ വിവിധ ഇടങ്ങൾ, അയൽ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നും തക്കാളിയും മറ്റ് പച്ചക്കറികളും സംഭരിച്ച് വിതരണം ചെയ്യാനാണ് കൃഷി വകുപ്പ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്കൂളുകൾക്ക് ക്രിസ്മസ് അവധി പ്രഖ്യാപിച്ചു. ഡിസംബർ 24 വെള്ളിയാഴ്ച മുതൽ ജനുവരി 2 ഞായറാഴ്ച വരെയാണ് അവധി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ K. നന്ദകുമാറാണ് അവധി പ്രഖ്യാപിച്ച് ഉത്തരവിറക്കിയത്. സംസ്ഥാനത്തെ സ്കൂളുകൾ നവംബർ 1 മുതൽ തുറന്ന സാഹചര്യത്തിലാണ് ഗവർണറുടെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്മസ് അവധി പ്രഖ്യാപിച്ചത്.
സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിൽ പ്രതിഷേധിച്ച് ഡിസംബർ 21 മുതൽ സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കുമെന്ന് ബസ് ഉടമകൾ അറിയിച്ചു. ചാർജ് വർധനവ് ഉൾപ്പെടെ സർക്കാർ നൽകിയ വാഗ്ദാനങ്ങളൊന്നും ഒരു മാസം കഴിഞ്ഞിട്ടും പാലിക്കപ്പെട്ടിട്ടില്ല. വിദ്യാർത്ഥികൾക്ക് ചാർജ് ഇളവ് നൽകണം എന്നുണ്ടെങ്കിൽ നികുതി കുറയ്ക്കണം, അല്ലെങ്കിൽ ഡീസൽ സബ്സിഡി നൽകണമെന്നും ബസ് ഉടമകൾ ആവശ്യപ്പെട്ടു. വരുന്ന ചൊവ്വാഴ്ച മുതൽ അനിശ്ചിതകാലത്തേക്കാണ് ബസ് സമരം. പൗരൻ്റെ നമ്മുടെ രാജ്യത്തിലെ ഏറ്റവും വലിയ രേഖയാണ് ഇന്ന് ആധാർ കാർഡ്. നിലവിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ആധാർ നമ്പർ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ സുപ്രീം കോടതിയുടെ സ്വകാര്യ അവകാശ വിധി ഉള്ളതുകൊണ്ട് തന്നെ ഇതൊന്നും നിർബന്ധമല്ല. പക്ഷേ നമ്മളെ നിർബന്ധിക്കുന്ന രൂപത്തിലുള്ള നിയമങ്ങളാണ് നിലവിലുള്ളത്. ബാങ്ക് അക്കൗണ്ടും ആധാറുമായി ബന്ധിപ്പിക്കണം, ആധാർ കാർഡും പാൻ കാർഡുമായി ബന്ധിപ്പിക്കണം. ഇതൊന്നും നിർബന്ധമല്ല. പക്ഷേ ആധാർ കാർഡും പാൻ കാർഡുമായി ബന്ധിപ്പിച്ചാൽ മാത്രമേ 2022 മാർച്ചിന് ശേഷം ബാങ്കിൻ്റെ പല ഇടപാടുകളും നടത്താൻ വേണ്ടിയിട്ട് സാധിക്കൂ. റേഷൻ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്താൽ മാത്രമേ റേഷൻ കാർഡിലെ പല സേവനങ്ങളും ലഭ്യമാകൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതൊന്നും നിർബന്ധമല്ല താനും. ആ ഒരു രീതിയിലൂടെയാണ് ഈ ഒരു ആധാറിൻ്റെ പ്രശസ്തി. ഈ ആധാർ കാർഡ് ഇപ്പോൾ ഓരോ കുട്ടികൾക്കും ഹോസ്പിറ്റലുകളിൽ വെച്ച് തന്നെ ആധാർ നമ്പർ അവർക്ക് നൽകാൻ വേണ്ടിയിട്ടാണ് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ UIDAI രംഗത്ത് വന്നിരിക്കുന്നത്. 2 കോടിയോളം കുട്ടികളാണ് ഒരു വർഷം ജനിക്കുന്നത് എന്നാണ് കണക്ക്. ഈ കുട്ടികൾക്കെല്ലാം ജനിക്കുന്ന സമയത്ത് തന്നെ ആധാർ കാർഡ് നൽകാനാണ് പോകുന്നത്. ഈ ആധാർ കാർഡ് നൽകുമ്പോൾ കുട്ടിയുടെ ഫോട്ടോ എടുക്കും, പക്ഷേ ബയോമെട്രിക് രേഖകൾ ശേഖരിക്കില്ല. 5 വയസ്സിന് ശേഷമായിരിക്കും പിന്നീട് കണ്ണിൻ്റെ പ്രിൻറ്റും വിരലുകളുടെ രേഖകളെല്ലാം എടുക്കുക, ബയോമെട്രിക് രേഖകൾ എടുക്കുക. 5 വർഷത്തിന് ശേഷം പുതുക്കുമ്പോഴായിരിക്കും. പക്ഷേ ജനിക്കുമ്പോൾ മുതൽ തന്നെ ഇനി ഒരു കുട്ടിക്ക് ആധാർ ഉണ്ടാകും. ഒരു നടപടിയിലേക്ക് നമ്മുടെ രാജ്യത്ത് കടക്കുകയാണ്. നിലവിൽ നമ്മുടെ രാജ്യത്തുള്ള ജനസംഖ്യയുടെ 99.7% പേരും ആധാർ കാർഡ് എടുത്തിട്ടുണ്ട്. പല കാരണം കൊണ്ടും രോഗം കൊണ്ടും പ്രവാസം മൂലവും ആധാർ കാർഡ് എടുക്കാത്ത പല ആളുകളുമുണ്ട്. കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രവാസികൾക്ക് നാട്ടിൽ എത്തിയാൽ ഉടൻ തന്നെ ആധാർ കാർഡ് എടുക്കാനുള്ള സംവിധാനം UI അതോറിറ്റി കൊണ്ടുവന്നിരുന്നു. ആദ്യം പ്രവാസികൾക്ക് 182 ദിവസം കാത്തിരിക്കണമായിരുന്നു. ഇപ്പോൾ ഈ ഒരു പുതിയ നിയമം വന്നതിന് ശേഷം കഴിഞ്ഞ ആഗസ്റ്റിന് ശേഷം പാസ്പോർട്ടുമായി ആധാർ കാർഡ് എടുക്കാൻ ചെന്ന ഉടനെ തന്നെ അവർക്ക് ആധാർ കാർഡ് എടുക്കാൻ കഴിയുന്നതാണ്. അതുപോലെ മറ്റൊരു നിയമം നടപ്പിലാവാൻ പോകുന്നത് ആധാർ കാർഡും വോട്ടർ IDയും ബന്ധിപ്പിക്കാൻ പോവുകയാണ്. നമ്മുടെ സംസ്ഥാനത്തിൽ നടപ്പിലാവാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ആധാർ കാർഡും ഭൂരേഖയുമായി ബന്ധിപ്പിച്ച് യുണീക്ക് തണ്ടപ്പേർ നമ്പർ നടപ്പിലാക്കാൻ പോകുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നു. ഇത്തരത്തിലുള്ള പദ്ധതികളെല്ലാം ആധാർ കാർഡുമായി ബന്ധിപ്പിക്കാൻ പോവുകയാണ്. ഇതിൻ്റെയൊക്കെ മുമ്പ് ആധാർ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് UI അതോറിറ്റി പറയുന്നുണ്ട്. അതായത് നിലവിൽ 10 കോടിയോളം ആളുകൾ ആധാർ കാർഡ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ആധാർ കാർഡിലെ പുതിയ വിവരങ്ങൾ ചേർക്കേണ്ടതുണ്ട്. പേരിൽ വന്നിട്ടുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ വിലാസത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, മൊബൈൽ നമ്പർ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പ്രായം മാറുമ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ട മാറ്റങ്ങൾ, അതൊന്നും അപ്ഡേറ്റ് ചെയ്യാത്ത 10 കോടിയോളം ആളുകളുണ്ട്. അവർ ഇത് ചെയ്യണം. മൊബൈൽ നമ്പറും ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണം. എന്നാലേ ഇനിയുള്ള പല സേവനങ്ങളും അവർക്ക് ലഭ്യമാകൂ. കിസാൻ സമ്മാൻ നിധി പോലെയുള്ള പല ക്ഷേമ പദ്ധതികൾക്കും അപേക്ഷിക്കാൻ വേണ്ടി പോലും മൊബൈൽ നമ്പർ ആധാർ കാർഡ് നിർബന്ധമാണ്. ആധാർ കാർഡും മൊബൈൽ നമ്പറുമായി ബന്ധിപ്പിക്കൽ നിർബന്ധമാണ്. ഈ കാര്യവും എല്ലാ ആളുകളും ശ്രദ്ധിക്കുക. നമ്മൾ ചെയ്യേണ്ട ഓരോ കാര്യവും പറയാം. ആധാർ കാർഡും ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുക, ആധാർ കാർഡും പാൻ കാർഡുമായി ബന്ധിപ്പിക്കുക, ആധാർ കാർഡും റേഷൻ കാർഡുമായി ബന്ധിപ്പിക്കുക, ആധാർ കാർഡ് മൊബൈൽ നമ്പർ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ മൊബൈൽ നമ്പറുമായിട്ട് ബന്ധിപ്പിക്കുക. അതുപോലെ രാജ്യത്ത് വരാൻ പോകുന്ന മാറ്റമാണ് ആധാർ കാർഡും ഇലക്ഷൻ ID കാർഡുമായി ബന്ധിപ്പിക്കൽ. നമ്മുടെ സംസ്ഥാനത്ത് വരാൻ പോകുന്ന മാറ്റം ആധാർ കാർഡും ഭൂരേഖയുമായി ബന്ധിപ്പിക്കൽ. മറ്റ് 2 പദ്ധതികൾ പ്രവാസികൾക്ക് വന്നയുടൻ ആധാർ കാർഡ് ലഭിക്കുന്നതാണ്. ജനിക്കുന്ന കുട്ടികൾക്ക് ഉടൻ തന്നെ ആധാർ കാർഡ് നൽകാനുള്ള പദ്ധതിയും 2022 വരികയാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ നവംബർ 3-ാം തീയതി വന്ന ഒരു പുതിയ നിയമമാണ്. ആധാർ കാർഡ് ദുരുപയോഗം ചെയ്തുള്ള എല്ലാ കുറ്റകൃത്യങ്ങൾക്കും 1 കോടി രൂപ പിഴ ഈടാക്കാൻ UI അതോറിറ്റിക്ക് കേന്ദ്ര സർക്കാർ അധികാരം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. ജനിക്കുന്ന കുട്ടികൾക്ക് അപ്പോൾ തന്നെ ആധാർ കാർഡ് വരുന്നു എന്നുള്ള ഒരു സന്തോഷം. ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ ഈ ഒരു പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് തന്നെ പിന്നീട് ഈ കുട്ടിയെയും കൊണ്ട് ആധാർ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവേണ്ട ഒരു സ്ഥിതി വരുന്നില്ല. 5 വർഷത്തിന് ശേഷം 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇത് അപ്ഡേറ്റ് ചെയ്താൽ മതി എന്നുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള വാർത്തയാണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.